ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തട്ടിപ്പിൽ കുടുങ്ങാതിരിക്കാൻ ഒഴിവാക്കേണ്ട 5 സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മൾ പലരും സമ്പാദിച്ച പണം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ആഗ്രഹത്തോടെ വിവിധ നിക്ഷേപ മാർഗങ്ങൾ തേടാറുണ്ട്. മാർക്കറ്റിൽ നിരവധി നിക്ഷേപ ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഉത്തമമായ വഴികളല്ല. ചിലത് നമ്മളെ കുടുക്കി നമ്മുടെ കാശ് നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. അത്തരത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട 5 സാമ്പത്തിക ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്പർ 1, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ അഥവാ ULIPs, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ള യുലിപ്സ്. ഇൻഷുറൻസും നിക്ഷേപവും ഒരുമിച്ച് ലഭിക്കുന്ന പ്ലാനുകളാണ് ULIPs. എന്നാൽ ഇവയിൽ പലപ്പോഴും നമ്മൾ കരുതുന്നത്ര നേട്ടങ്ങൾ ലഭിക്കാറില്ല. ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പലിശയുടെ ഒരു വലിയ പങ്കും വിവിധ തരത്തിലുള്ള ഫീസുകളായി പോകും. ഇതിൽ പ്രധാനമായും ഫണ്ട് മാനേജ്മെന്റ് ഫീസ് അഥവാ നിങ്ങളുടെ നിക്ഷേപം മാനേജ് ചെയ്യുന്നതിനുള്ള ഫീസ്, മോർട്ടാലിറ്റി ചാർജ് അഥവാ നിങ്ങളുടെ മരണസാധ്യത അടിസ്ഥാനമാക്കിയുള്ള ഫീസ്, അഡ്മിനിസ്ട്രേഷൻ ഫീസ് അഥവാ പോളിസി നടത്തുന്നതിനുള്ള ചെലവുകൾക്കായി ഈടാക്കുന്ന ഫീസ്, പ്രീമിയം അലോക്കേഷൻ ഫീസ് അഥവാ നിങ്ങളുടെ പ്രീമിയത്തിന്റെ ഒരു ഭാഗം നിക്ഷേപത്തിനായി അനുവദിക്കുന്നതിനുള്ള ഫീസ്, ഇവയിൽ നിന്നിങ്ങനെ പലതരം ഫീസുകൾ ചാർജ് ചെയ്യപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ 18% GSTയും ഈടാക്കുന്നു. ഉദാഹരണം, നിങ്ങൾ 1 ലക്ഷം രൂപ പ്രീമിയം അടച്ചാൽ 18% GST കൂടി കൂട്ടിയാൽ 1,18,000 രൂപയാകും നിങ്ങൾ അടയ്ക്കേണ്ടത്. എന്നാൽ ഇതിൽ നിന്ന് വിവിധ ഫീസുകൾ കഴിച്ച് യഥാർത്ഥ നിക്ഷേപത്തിന് പോകുന്ന തുക വളരെ കുറവായിരിക്കും. സങ്കീർണതകൾ നിറഞ്ഞ ULIPs മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. ഇതിൽ പല മറഞ്ഞിരിക്കുന്ന ചെലവുകളുണ്ട്. ഈ സങ്കീർണത മൂലം നിക്ഷേപകർക്ക് യഥാർത്ഥ ചെലവ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഇൻഷുറൻസ് പോളിസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയിൽ ലഭിക്കുന്ന ഇൻഷുറൻസ് കവറേജ് കുറവായിരിക്കും. അതായത് നിങ്ങൾക്ക് കൂടുതൽ പ്രീമിയം അടച്ചിട്ടും ലഭിക്കുന്ന ഇൻഷുറൻസ് സംരക്ഷണം കുറവായിരിക്കും. ഉദാഹരണം, നിങ്ങൾ 1 ലക്ഷം രൂപ പ്രീമിയം അടച്ച് ഒരു ULIP പോളിസി എടുത്തുവെന്ന് കരുതുക. ഇതിൽ 18% GST കൂടി കൂട്ടിയാൽ 1,18,000 രൂപയാകും നിങ്ങൾ അടയ്ക്കേണ്ടത്. എന്നാൽ ഇതിൽ നിന്ന് വിവിധ ഫീസുകൾ കഴിച്ച് യഥാർത്ഥ നിക്ഷേപത്തിന് പോകുന്ന തുക കുറവായിരിക്കും. ഈ തുകയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും വീണ്ടും വിവിധ ഫീസുകൾ കഴിച്ച് മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ലാഭം ലഭിക്കുകയുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ് എന്നിവ വേറെ വേറെ എടുക്കുന്നതാണ് എപ്പോഴും ഉചിതം. നമ്പർ 2, ഡിജിറ്റൽ സ്വർണം അഥവാ ഡിജിറ്റൽ ഗോൾഡ്. ഇന്ന് പലരും സ്വർണം വാങ്ങുന്നത് ഡിജിറ്റൽ രീതിയിലാണ്. പല മൊബൈൽ ആപ്പുകൾ വഴി ഇത് എളുപ്പത്തിൽ സാധിക്കുമെന്നതിനാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു അസ്റ്റാണ് ഡിജിറ്റൽ ഗോൾഡ്. എന്നാൽ ഇതിലും ചില പ്രശ്നങ്ങളുണ്ട്. ഡിജിറ്റൽ സ്വർണം വാങ്ങുമ്പോൾ 3% GST നൽകേണ്ടി വരും. ഇത് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു നഷ്ടമാണ്. ഉയർന്ന വാങ്ങൽ വിൽപ്പന വ്യത്യാസം, ബൈ സെൽ സ്പ്രെഡ് ആണ് മറ്റൊരു പ്രധാന തലവേദന. ഡിജിറ്റൽ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വിലയിൽ വലിയ വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന്, നിങ്ങൾ 10 ഗ്രാം സ്വർണം വാങ്ങുന്നത് ഒരു നിരക്കിലും വിൽക്കുന്നത് വളരെ കുറഞ്ഞ മറ്റൊരു നിരക്കിലുമായിരിക്കും. ഈ വ്യത്യാസം 8% വരെ ഉയർന്നേക്കാം. സുതാര്യതയില്ലാത്ത വില നിർണ്ണയം. ചില ഡിജിറ്റൽ സ്വർണം പ്ലാറ്റ്ഫോമുകളിൽ വില നിർണ്ണയം സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ പ്ലാറ്റ്ഫോമുകൾ സ്വർണത്തിന്റെ വില സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിശ്ചയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത് ഡിജിറ്റൽ ഗോൾഡിന്റെ സുതാര്യതയുടെ അഭാവമായി കണക്കാക്കുന്നു. നമ്പർ 3, പിയർ ടു പിയർ വായ്പകൾ. പിയർ ടു പിയർ വായ്പകൾ വഴി നമുക്ക് ഉയർന്ന പലിശ ലഭിക്കുമെന്ന് പറയുമെങ്കിലും ഇതിൽ വലിയ അപകട സാധ്യതയുണ്ട്. ഇത്തരം വായ്പകളിൽ നിന്ന് പണം തിരിച്ചു കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും ഈ വായ്പകൾ മോശം ക്രെഡിറ്റ് സ്കോർ ഉള്ള ആളുകൾക്ക് നൽകപ്പെടുന്നു. ഇത് അവർ പണം തിരിച്ചടയ്ക്കാതിരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ലിക്വിഡിറ്റി എന്നത് മറ്റൊരു ഗുരുതര പ്രശ്നമാണ്. ആവശ്യത്തിന് വേഗത്തിൽ പണം പിൻവലിക്കാൻ കഴിയണമെന്നില്ല. പലപ്പോഴും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് സമയമെടുക്കും. പലപ്പോഴും ഇത്തരം വായ്പകളെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്താറുണ്ട്. ഉയർന്ന പലിശയും കുറഞ്ഞ അപകട സാധ്യതയും വാഗ്ദാനം ചെയ്യുന്നതായി പറയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണം, നിങ്ങൾ 1 ലക്ഷം രൂപ 12% പലിശയ്ക്ക് 1 വർഷത്തേക്ക് ഒരു വ്യക്തിക്ക് നൽകിയാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1,12,000 രൂപ ലഭിക്കണം. എന്നാൽ ആ വ്യക്തി പണം തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുക നഷ്ടപ്പെടും. ഓർക്കുക, പലിശ കിട്ടുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മൂലധനം അഥവാ ക്യാപിറ്റൽ സംരക്ഷിക്കുക എന്നുള്ളത്. നമ്പർ 4, മുഴുവൻ ജീവിത ഇൻഷുറൻസ് പദ്ധതികൾ അഥവാ ഹോൾ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ. ഇത്തരം പദ്ധതികൾ വഴി നമുക്ക് ആജീവനാന്തം ഇൻഷുറൻസ് കവറേജ് ലഭിക്കുമെങ്കിലും ഇത് വളരെ ചെലവേറിയതാണ്. സാധാരണ ഇൻഷുറൻസ് പോളിസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. കാലക്രമേണ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ കാരണം ഈ പോളിസിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ന് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്താൽ 10 വർഷത്തിന് ശേഷം ഈ തുകയുടെ മൂല്യം വളരെ കുറവായിരിക്കും. അനാവശ്യ കവറേജ് മറ്റൊരു പ്രശ്നമാണ്. പ്രായമാകുന്തോറും നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ കുറഞ്ഞുവരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഷുറൻസ് കവറേജ് ആവശ്യമില്ല. ഉദാഹരണം, നിങ്ങൾ 30 വയസ്സുള്ളപ്പോൾ ഒരു മുഴുവൻ ജീവിത ഇൻഷുറൻസ് എടുത്തുവെന്ന് കരുതുക. നിങ്ങൾ പ്രായമാകുന്തോറും നിങ്ങളുടെ കുട്ടികൾ സ്വതന്ത്രരാകും. നിങ്ങളുടെ വായ്പകൾ അടച്ചു തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഷുറൻസ് ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോഴും അതേ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമ്പർ 5, പുതിയ ഫണ്ട് ഓഫറുകൾ അഥവാ ന്യൂ ഫണ്ട് ഓഫേഴ്സ്.
പുതിയ മ്യൂച്വൽ ഫണ്ടുകൾ പലപ്പോഴും വലിയ പ്രചാരണത്തോടെയാണ് വിപണിയിലെത്തുന്നത്. എന്നാൽ ഇവയെക്കുറിച്ച് നമുക്ക് അധികം വിവരങ്ങളൊന്നും ലഭിക്കില്ല. ട്രാക്ക് റെക്കോർഡ് ഇല്ല എന്നത് ഒരു ന്യൂനതയാണ്. ഇവയുടെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് മുൻകാല വിവരങ്ങൾ ലഭിക്കില്ല. ഇത് പുതിയതായി ആരംഭിക്കുന്ന ഫണ്ടുകളായതിനാൽ അവയുടെ പ്രകടനം എങ്ങനെയിരിക്കുമെന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണ്. ഇവയിൽ ഉപയോഗിക്കുന്ന നിക്ഷേപ തന്ത്രങ്ങൾ പുതിയതായിരിക്കും. ഈ തന്ത്രങ്ങൾ ഫലപ്രദമായിരിക്കുമോ എന്നതിന് ഉറപ്പില്ല. പ്രചാരണാധിഷ്ഠിത മാർക്കറ്റിംഗ് അഥവാ പ്രോപ്പഗേറ്റഡ് മാർക്കറ്റിംഗ് ഇവയെക്കുറിച്ച് വളരെയധികം പ്രചാരണം നടത്താറുണ്ട്. ഈ പ്രചാരണം മൂലം നിക്ഷേപകർ തെറ്റിദ്ധരിക്കപ്പെടാം. ഉദാഹരണം, ഒരു പുതിയ ഫണ്ട് ഓഫർ വഴി ഒരു ടെക്നോളജി ഫണ്ട് ആരംഭിക്കുന്നുവെന്ന് കരുതുക. ടെക്നോളജി മേഖലയിൽ വളർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഈ ഫണ്ട് നല്ല വരുമാനം നൽകുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ടെക്നോളജി മേഖലയിൽ ഏറ്റക്കുറച്ചിലുകൾ സാധാരണമാണ്. അതിനാൽ ഈ ഫണ്ടിന്റെ പ്രകടനം എങ്ങനെയിരിക്കുമെന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണ്. നിക്ഷേപം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കുമെങ്കിലും നമ്മൾ എന്തിൽ നിക്ഷേപിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. മുകളിൽ പറഞ്ഞ ഉൽപ്പന്നങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നതും നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.